ശ്രീ പി ശ്യാംരാജ്, ഇന്ത്യയും ഇറാനും തമ്മിൽ ചരിത്രപരമായ ബന്ധമുണ്ട്. സാംസ്കാരികമായും നമുക്ക് ബന്ധമുള്ള ഒരു നാഗരികതയാണ്. നമ്മുടെ ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും പുരാതനമായ രണ്ട് നാഗരികതകളാണ് ഇൻഡസ് വാലി സിവിലൈസേഷനും പേർഷ്യൻ സിവിലൈസേഷനും. നാഗരികതകളാണ് ഇൻഡസ് വാലി സിവിലൈസേഷനും പേർഷ്യൻ സിവിലൈസേഷനും. മനസ്സിലായില്ല. ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാഷ്ട്രമാണ്. ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് അമേരിക്ക പറഞ്ഞപ്പോൾ വേണ്ടെന്ന് വെച്ചു. ഫ്രാൻസിസേ, റേഷനറി അളക്കണ കാര്യോ പറയണേ. ഇന്ത്യ ഇറാനിലെ ചബഹാറിൽ ഒരു തുറമുഖ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതും അമേരിക്ക പറഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിൽ അതും മെല്ലെയാക്കി. ഈ തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇറാൻ ആക്രമിക്കപ്പെടുന്നതെന്ന് മാത്രമല്ല, ഇറാന്റെ പരമോന്നത നേതാവ്, ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖാംനെയി അലി ഖാംനെയി വധിക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ അതിനെ വാക്കുകൊണ്ട് അപലപിക്കുക പോലും വേണ്ട എന്ന് ഇന്ത്യ പോലെ ചേരിചേരാ നയം അതിന്റെ അടിസ്ഥാന വിദേശ നയമായി സ്വീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രത്തിന് നിലപാടെടുക്കാൻ കഴിയുമോ? എങ്ങനെ മനസ്സിലായി? ഈ ചേരിചേരാ നയം അഭിലാഷ് ഇപ്പൊ പറഞ്ഞു. എന്താ അഭിലാഷ് ചേരിചേരാ നയം? ഇരു ചേരിക്കും പക്ഷം പിടിക്കാതെ സത്യത്തിന് വേണ്ടിയിട്ട് ധർമ്മത്തിന് വേണ്ടി നിൽക്കാന്നുള്ളതല്ലേ? അതല്ലേ നിലയിൽ ഇന്ത്യ ചെയ്തിട്ടുള്ളത്. അത് പറഞ്ഞ പോരെ, അതിനിങ്ങനെ സോഷ്യൽ സ്റ്റഡീസിന് ക്ലാസ് എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടുത്തെ പ്രശ്നം എന്താണ് നോക്കൂ. ഇവിടെ ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കണം. അതോടൊപ്പം തന്നെ ഇസ്രായേൽ അമേരിക്ക സഖ്യം ഇറാനുമായി യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറാനെ പിന്തുണയ്ക്കണം. ഈ തിയറി ആരാ അഭിലാഷ് കൊണ്ടുവരുന്നത്? ഞാനല്ല. ഈ തിയറി കേരളത്തിലെ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്, നമ്മുടെ നടപടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ജനതയുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. നമ്മൾ ഇറാനുമായിട്ടും പരമ്പരാഗതമായിട്ട് ചരിത്രപരമായിട്ട് നമ്മൾ വലിയ സൗഹൃദം സൂക്ഷിക്കുന്ന രാജ്യമാണ്, ഒരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ട് നമ്മൾ ചരിത്രപരമായിട്ട് സൗഹൃദം സൂക്ഷിക്കുന്ന ആളുകളാണ്. ഇവിടെ കാർഗിൽ യുദ്ധത്തിൽ ഉൾപ്പെടെ ഇസ്രായേലിന്റെ പിന്തുണയോട് കൂടി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചു. ഞാൻ ചുമരുമ്പോ തേക്കിട്ട ഞാൻ 1948 മുതൽ അല്ലെങ്കിൽ 1948 തന്നെ എതിർത്ത രാജ്യമാണ്. 1990 വരെ ഇസ്രായേലുമായി ഇന്ത്യക്ക് പരിപൂർണ്ണ നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നില്ല. 90-ക്ക് ശേഷമാണ് ഇന്ത്യ ഇസ്രായേൽ തമ്മിൽ നയതന്ത്ര ബന്ധം പൂർണ്ണമായ നിലയിൽ ആരംഭിച്ചത്. അതിന് മുമ്പ് ഒരു കോൺസുലേറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതും ഈ വിസ പ്രോസസിംഗ് പോലെയുള്ള ആവശ്യത്തിന്. നയതന്ത്ര ബന്ധം 90-ക്ക് ശേഷം മാത്രം ഉണ്ടായിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ. അതവിടെ നിൽക്കട്ടെ, അതല്ല വിഷയം. നേരത്തെ ഇവിടെ പറഞ്ഞ ചേരിചേരാ നയം എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അത് രണ്ട് ശീതയുദ്ധ സമയത്തെ രണ്ട് ചേരിയിലും ചേരില്ല എന്നുള്ളത് മാത്രമല്ല, ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ, സോവർണിറ്റിയെ വയലേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ നേതാവിനെ കൊല്ലുമ്പോൾ ഒരു രാജ്യത്തെ അപലപിക്കാനുള്ള ഉത്തരവാദിത്വമില്ല എന്നുള്ളതാണ് വിഷയം. അല്ലാതെ ഇറാന്റെ കൂടെ ചേരണമെന്നല്ല. കിടന്നിങ്ങനെ മോങ്ങല്ലേ, നീ ഒരു കാര്യം ചെയ്യപ്പെട്ട് മറ്റന്നാ വായോ, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ശരി, കഴിഞ്ഞല്ലോ, ചോദ്യം കഴിഞ്ഞല്ലോ. ഇനി ഇടപെടരുത് അഭിലാഷേ. ഇതെനിക്ക് എക്കോ കേൾക്കുന്നു, അവരോട് ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇത് ഡിപ്ലോമസിയാണ്, നയതന്ത്രജ്ഞതയാണ്. പണ്ട് കാലത്ത് 90-കൾക്ക് മുമ്പ് ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം നമുക്ക് ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ ഇനി തുടക്കാൻ പാടില്ല എന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കും ഇന്ത്യൻ ജനതയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുമാണ് നമ്മൾ നിലപാടെടുക്കാതെ. അതല്ലാതെ ഏതെങ്കിലും പ്രത്യേക ഒരു റീസൺ വെച്ചിട്ട് നമുക്ക് നിലപാടെടുക്കാൻ വേണ്ടി പറ്റുമോ? നിലവിലെ അവസ്ഥയിൽ ഇരു രാജ്യങ്ങളുമായി നമുക്ക് നല്ല സൗഹൃദം തന്നെയാണുള്ളത്. ഇസ്രായേൽ നമ്മളെ സഹായിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇസ്രായേൽ ഇന്ത്യയുടെ സുഹൃത്തല്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? പറ്റില്ലല്ലോ. നിരവധി യുദ്ധങ്ങളിലടക്കം ഇസ്രായേൽ ഇന്ത്യക്ക് നല്ല രീതിയിൽ പിന്തുണ തന്നിട്ടുണ്ടല്ലോ. സ്മരണ വേണം, സ്മരണ. എന്റെ ഈശ്വര, എവിടെ നിന്നൊക്കെ കള്ളിയില്ലാതായോ? മറുവശത്ത് ഇറാനുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇരു രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ തന്നെ പോകും. അവിടെ ആ മേഖലയിലെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു നിലപാട് ഇന്ത്യ പോകും. അതിനെന്താണ് തെറ്റിയിരിക്കുന്നത്? നമുക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്, എനിക്ക് ഇന്നത്തെ അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ ഈ അന്നം തരുന്ന രാജ്യങ്ങളോട് പോയി ഇന്നിപ്പോ സോണിയാഗാന്ധിയുടെ ഇന്നലെ വന്നിട്ടുള്ള മറ്റേ ആ കത്തിൽ, ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള കത്തിൽ അവർ പറയുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് UAE പ്രസിഡന്റിനെ വിളിക്കുകയും ഈ ഇറാന്റെ അധികാരികളെ വിളിക്കാതെ ഇരിക്കുകയും ചെയ്തതെന്നാണ് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അവിടെ നിന്റെ അമ്മായിരെ വീടുണ്ടാ? നമ്മുടെ താല്പര്യം എവിടെയാണ് അഭിലാഷേ? ഗൾഫ് രാജ്യങ്ങളിലെ ഗൾഫ് കൺട്രികൾ സത്യത്തിൽ നമ്മൾ ആരെയാണ് വിളിക്കേണ്ടത്? ഇന്ത്യൻ പ്രധാനമന്ത്രി. ഈ വിഷയത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെയാണ് വിളിക്കേണ്ടത്? ഇന്ത്യൻ സർക്കാരും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ജനതയും എവിടെയാണ് കൺസേൺ ആവേണ്ടത്? നമ്മൾ കൺസേൺ ആവേണ്ടത് കൂടുതലായിട്ട് ഗൾഫ് കൺട്രീസിനെ വെച്ചാണ്. കാരണം 1 കോടിയോളം വരുന്ന ഇന്ത്യൻ ജനത അവിടെയുണ്ട്. ഏകദേശം 22-23 ലക്ഷത്തോളം വരുന്ന മലയാളികൾ ആ പ്രദേശത്തുണ്ട്. അങ്ങോട്ട് ഇറാൻ ആക്രമിക്കുകയല്ലേ? ഞാൻ ചോദിക്കട്ടെ, കാര്യത്തിന്റെ നിലപാടെന്താ കാര്യത്തിൽ? സോണിയാഗാന്ധിയുടെ നിലപാടെന്താ? സോണിയാഗാന്ധി പറയുന്നത് എന്തുകൊണ്ട് UAE പ്രസിഡന്റിനെ വിളിച്ചു എന്നാണ് സോണിയാഗാന്ധി ചോദിക്കുന്നത്. എന്താ വിളിക്കണ്ടേ? അതാ പറയട്ടെ. ഇനി അത് തീരുമാനിച്ച കാര്യം തന്നെ. തന്നോട് 4 വർത്താനം കൂടെ പറഞ്ഞിട്ടേ തിരിച്ചു പോണുള്ളൂ ചാക്കോച്ചി. അല്ല, അങ്ങനെ എന്തിനാ പറയുന്നത്? ഇവിടെ നമ്മുടെ താല്പര്യം എവിടെയാണ്? അതാണ് ചോദിക്കുന്നത്. നമ്മുടെ താല്പര്യം എവിടെയാണ്? നമ്മുടെ താല്പര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനത ആക്രമിക്കപ്പെടാതെ ഇന്ത്യൻ ജനത മുമ്പോട്ട് പോകാന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നടപടി ഇന്ത്യ എടുത്തു കഴിഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഗൾഫ് രാജ്യങ്ങളിലെ മുഴുവൻ തലവന്മാരെ നേരിട്ട് പിടിച്ചിട്ടില്ലേ?
ഗൾഫ് രാജ്യങ്ങളിലെ മുഴുവൻ തലവന്മാരെ നേരിട്ട് വിളിച്ചു. ഇവിടുത്തെ സ്ഥിതി എന്താ? UAE 35 ലക്ഷത്തോളമാണ് ഇന്ത്യക്കാർ എന്ന് വെച്ചാൽ അവിടുത്തെ മുഴുവൻ ജനസംഖ്യയുടെ 35%. സൗദിയിൽ 25 ലക്ഷമാണ് ഇന്ത്യക്കാർ, അവിടുത്തെ മുഴുവൻ ജനസംഖ്യയുടെ 7%. കുവൈത്തിൽ 10 ലക്ഷമാണ് ഇന്ത്യക്കാർ, അവിടുത്തെ മുഴുവൻ ജനസംഖ്യയുടെ 23%. എന്നിട്ടും ഇതേ UAE തന്നെയാണ് ഈ പറയുന്ന ഇറാൻ വന്നിട്ട് ബോംബിട്ടിട്ടുള്ളത്. ഇതാ നോക്ക്, ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രിയിൽ UAE അവിടെ വന്നിട്ട് ഇറാൻ ബോംബിട്ടിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചാൽ അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ, ഹോട്ടലുകളിൽ, ബുർജ് ഖലീഫയ്ക്ക് സമീപം വരെ ആര് ബോംബിട്ടിട്ടുണ്ട്? ഈ ഇറാൻ ബോംബിട്ടിട്ടുണ്ട്. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെയാണ് വിളിക്കേണ്ടത്? ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ ജനതയും ഇന്ത്യൻ സർക്കാരും ആരെ കുറിച്ചാണ് കൺസേൺ ആവേണ്ടത്? ആ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരെ കുറിച്ചിട്ടാണെന്നേ. അത് ചെയ്തിട്ടുണ്ടല്ലോ. ആ 1 കോടിയോളം വരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ താല്പര്യത്തെയാണ് നമുക്ക് നോക്കേണ്ടത്. മറ്റെല്ലാം പിന്നീട് വരുന്നതാണെന്നേ. ഇവിടെ യുദ്ധം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങളുടെ ചോദ്യം കേട്ടാൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യ ആണ് ഇറാനെ ആക്രമിച്ചതെന്ന്. ഇന്ത്യ അല്ല ഇറാനെ ആക്രമിച്ചിട്ടുള്ളത്. ഈ അമേരിക്ക, ഇസ്രായേൽ സഖ്യകക്ഷിയാണ് ഇറാനെ ആക്രമിച്ചിട്ടുള്ളത്. അത് യുദ്ധം നടക്കും. ഇപ്പൊ ഇറാൻ, ഉക്രൈൻ, റഷ്യ യുദ്ധം വന്നപ്പോൾ ഇന്ത്യയുടെ നിലപാട് എന്തായിരുന്നു? ആ സമയത്ത് ഇരു രാജ്യങ്ങളെ പരമ്പരാഗതമായ ഒരു ഫോറിൻ പോളിസി ഉണ്ടല്ലോ. ലോകത്തെ വിവിധ കോൺഫ്ലിക്റ്റുകളിൽ ഇന്ത്യ എടുത്തിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് രാജ്യങ്ങളുടെ പരമാധികാരത്തിന് അനുകൂലമായിട്ടാണ്. രാഹുൽ ഗാന്ധി ഇന്ന് ചോദിക്കുന്ന ചോദ്യം ശ്യാംരാജ് കേൾക്കൂ. PM Modi must speak up. Does he support the assassination of head of a state as a way to define the world order? Silence now diminishes India's standing in the world. ഈ മൗനം ഇന്ത്യയുടെ ലോകത്തെ അത് ദുർബലമാക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ലോകത്ത് നടക്കുന്ന വിവിധ കോൺഫ്ലിക്റ്റുകളിൽ ഇന്ത്യക്ക് എല്ലാ കാലത്തും നിലപാടുണ്ട്. കോൺഗ്രസ്സുകാർ പറയുന്നതിനകത്ത് എന്തൊരു ന്യായമുണ്ട് അഭിലാഷേ? കോൺഗ്രസ്സുകാർ പറയുന്നത് ന്യായമുണ്ട്. എന്നിട്ട് ഇതേ കോൺഗ്രസ് സർക്കാരിന് 3 തവണയല്ലേ അന്താരാഷ്ട്ര ഏജൻസി, ആണവോർജ ഏജൻസിയിൽ ഈ പറയുന്ന ഇറാനെതിരെ വോട്ട് ചെയ്തിട്ടുള്ളത്? 1 അല്ല 3 തവണ. അന്ന് ഇവരുടെ മര്യാദയൊക്കെ അവിടെ പോയി. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ നിലപാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരെ നോക്കിയിട്ടാണ്, അവരുടെ താല്പര്യങ്ങൾ നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ്? പിന്നെ ഈ പരമാധികാരം, ഈ ഖമേനി എത്ര തവണ ഇന്ത്യയുടെ പരമാധികാരത്തിന് കയറി സംസാരിച്ചിട്ടുണ്ട്? അങ്ങനെ ഒരു ഡിസിഷൻ താൻ എടുത്തിട്ടുണ്ടെങ്കിൽ കൃഷ്ണാട്ടത്തിൽ നിൽക്കില്ല. പരമാധികാരത്തെ കുറിച്ചിട്ട് അത് പറയണ്ടേ? എന്റെ 4 തവണ, 1 അല്ല 4 തവണ കാശ്മീരിലെ വിഷയത്തെ കുറിച്ചിട്ട്, ഡൽഹിയിലെ വിഷയങ്ങളെ കുറിച്ചിട്ട്, ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിനെ കുറിച്ചിട്ട് ഒക്കെ ഇന്ത്യയുടെ പരമാധികാരത്തെ കുറിച്ചിട്ട് പലതവണ പറഞ്ഞിട്ടുള്ള, കടന്നു കയറി നടത്തിയുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇത്. അപ്പോൾ പറയട്ടെന്ന്. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് തന്നെ ഇന്ത്യ പറയണം എന്നിവർ വാദിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. പരമ്പരാഗതമായിട്ട് ചരിത്രപരമായിട്ടുള്ള ബന്ധങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇരു രാഷ്ട്രങ്ങൾക്കും ഒപ്പം തന്നെയാണ്. അതിനകത്തെ നെഗറ്റീവും പോസിറ്റീവും അല്ല വരുംവരായികൾ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞില്ല. അതിനകത്തെ എവിടെയാണ് കൂടുതൽ നിൽക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമത്വമാണ്. അവിടെയാണ് ചേരിചേരാ നയം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ചേർന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗത്ത് ചേർന്നിട്ട് ചേരിചേരാ നയം ഇതാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഞാൻ പറഞ്ഞല്ലേ, റൊട്ടിരുന്ന ആൾക്കാരാണ് അടിച്ചു റൊട്ടിയാക്കുന്ന ഞാൻ പറഞ്ഞല്ലേ. അങ്ങനെയല്ലോ. ചേരി ചേരാൻ നയം ഒരു ചേരിയിലും ചേരരുത്. ഇതാണ് ചേരി എന്ന് ആരാ ചേരി? ഇവനിപ്പോ ഛർദിക്കോ? ഏത് ഭാഗത്തെ വിളിച്ചു? ഏത് ഭാഗത്തെ ആശ്വസിപ്പിച്ചു? ആശ്വസിപ്പിച്ചത് GCC കൺട്രിയിലെ തലവന്മാരെ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. 1 കോടി വരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്, 20 ലക്ഷത്തിലധികം വരുന്ന മലയാളികൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ നമ്മുടെ രാജ്യ താല്പര്യമാണ് കൺസേൺ എന്ന് അത് കൃത്യമായിട്ട് ചെയ്തില്ല. അത് നിലപാടെന്താ? ഇതിലെന്തോ രഹസ്യ അജണ്ടയുണ്ട് ദാസാ. പരാതി പറയാണ്. കോൺഗ്രസ് പരാതി ചോദിച്ചിട്ട് ശരി, കൺക്ലൂഡ് ചെയ്യൂ. ശരി, ശ്രീ ഇതല്ല കോൺഗ്രസ് പരാതി. കോൺഗ്രസിന് ഈ ഇന്ത്യൻ ജനതയെ കുറിച്ച് സംസാരിച്ചത്, അല്ലെങ്കിൽ അവരുടെ താല്പര്യം സംരക്ഷിച്ചതിനെ കുറിച്ച് സംസാരിച്ചത് താല്പര്യമില്ല. അവർ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴും ഇറാന് വേണ്ടി സംസാരിക്കുന്ന കോൺഗ്രസ് തൽക്കാലം ഇത്രയും മതി. വരട്ടെ.